Hi students, welcome to Sapphire Future Academy Board Booster series. So last class നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അല്ലേ. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇതിൻ്റെ 4th പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു ഭാഗം കൂടിയേ ഉള്ളൂ. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്, നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ക്ലാസ്സിലേക്ക് നീങ്ങാം. സോ നമ്മൾ പെൻഡിങ് ആക്കി വെച്ച ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഏതാണ്? ട്രാൻസ്ഫോമേഴ്സ് ആണ് അല്ലേ. ട്രാൻസ്ഫോമേഴ്സ് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, എന്താണ് ട്രാൻസ്ഫോമേഴ്സ്? വാട്ട് യു മീൻ ബൈ എ ട്രാൻസ്ഫോമർ? ഓക്കെ, ട്രാൻസ്ഫോമർ നമുക്ക് ചില സിറ്റുവേഷൻസിൽ വോൾട്ടേജിൻ്റെ വാല്യൂ കൂട്ടാനും അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ വാല്യൂ കുറയ്ക്കാനും ആവശ്യമായിട്ട് വരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ. ആ സമയത്ത് ചില ഡിവൈസ് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് എന്താണ് കൺവേർട്ട് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ടു എ ഹയർ ഓർ എ ലോവർ വാല്യൂ അല്ലേ. അതായത് വോൾട്ടേജിൻ്റെ വാല്യൂ ലോവറിന്ന് ഹയർ ആക്കാനും ഹയറിന്ന് ലോവർ ആക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണെന്ത്, ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ ട്രാൻസ്ഫോമർ? എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്തിൻ്റെ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ, വിച്ച് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏത് പറഞ്ഞാലും സെയിം തന്നെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു സോഫ്റ്റ് അയൺ കോർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് കോയിലുണ്ട്. സോ ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന കോയിൽ പ്രൈമറി കോയിലും, സോ രണ്ടാമതുള്ള കോയിൽ നമ്മൾ സെക്കൻഡറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. എന്തുകൊണ്ട് അതിനെ പ്രൈമറി ഇതിനെ സെക്കൻഡറി എന്ന് വിളിക്കാൻ കാരണം, നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന പവർ എവിടേക്കാണ് കൊടുക്കുക? പ്രൈമറിയിലാണ് കൊടുക്കുക അല്ലേ. നമുക്ക് ഔട്ട് കിട്ടുക എവിടെ നിന്നാണ്? സെക്കൻഡറി നിന്നാണ് ഔട്ട് കിട്ടുക. അതായത് ഇൻപുട്ട് പ്രൈമറിയിലും കൊടുക്കും, ഔട്ട്പുട്ട് എവിടെ നിന്നും കിട്ടും? സെക്കൻഡറിയിൽ നിന്ന് കിട്ടും. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, നമ്മളൊരു ഐഡിയൽ കേസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളുടെ പ്രൈമറി സെക്കൻഡറി ഏകദേശം എന്താണ്, ഒരേപോലെയാണ് നിൽക്കുന്നത് ആണല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു, പ്രൈമറിയിൽ ഒരു പെർട്ടിക്കുലർ കറണ്ട് കൊടുത്തു അല്ലേ. പ്രൈമറിയിൽ ഞാൻ ഒരു കറണ്ട് കൊടുത്തു. അപ്പോൾ പ്രൈമറിയിൽ കറണ്ട് എടുത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ സംഭവിക്കുകയെ. കാരണം എന്താണ്, പ്രൈമറിയിൽ കറണ്ട് മാറുമ്പോൾ സെക്കൻഡറിയിൽ എന്താണ്, EMF ഇൻഡ്യൂസ് ആവും. അതല്ലേ മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ഇത് കാരണം ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ആയി. എന്തുകൊണ്ടാണ് കറണ്ട് ഇൻഡ്യൂസ് ആവുന്നത്? അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നുകൊണ്ടാണ് അല്ലേ. അതേസമയം പ്രൈമറിയിൽ എന്തുണ്ടാവും? ഒരു സെൽഫ് ഇൻഡക്ഷൻ നടക്കുമോ? നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു കോയിലിൽ തന്നെ എന്താണ്, EMF ഇൻഡ്യൂസ് ആവും. എങ്ങനെ? അവിടെ തന്നെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുമ്പോൾ അല്ലേ. സോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് എന്ന് പറയുന്ന രണ്ട് കേസിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ, ഞാനൊരു ഐഡിയൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രൈമറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക? സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ. സോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് എന്ത് പറയാം, അപ്പം d∅dt എന്ന് പറയുന്നത് ഈസ് സെയിം ഫോർ എവിടെയാണ്? പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്താണ്? d∅dt സെയിം ആണ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, ദെൻ ഇനി നോക്കാം. ഞാൻ ഇവിടുത്തെ പ്രൈമറിയിൽ ഞാൻ ഒരു അല്ലെങ്കിൽ NP നമ്പർ ഓഫ് ടേൺസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ പ്രൈമറിയിൽ ഞാൻ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ഞാൻ EP കൊടുത്തു അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിൽ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് NS അവിടെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്താണ്? NES ആണ്. റെഡി ആണല്ലോ. ഈ NPയും EP അതുപോലെ NSഉം ESഉം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോ പ്രൈമറിയിലും EMF ഇൻഡ്യൂസ് ആവുന്നുണ്ട്, സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ആവുന്നുണ്ട് അല്ലേ. പ്രൈമറിയിൽ എന്തുകൊണ്ടാണ് EMF ഇൻഡ്യൂസ് ആവുന്നത്? ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ. സെക്കൻഡറിയിൽ എന്തുകൊണ്ടാണ് EMF ഇൻഡ്യൂസ് ആവുന്നത്? ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് ഇൻ പ്രൈമറി എത്ര നമ്മൾ കൊടുത്തത്? EP ആണ് അല്ലേ. സോ EP ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, -NP d∅dt ആണല്ലോ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്.
ദെൻ അങ്ങനെയാണെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് in secondary, that is ES equal to ഇതെങ്ങനെ കണ്ടുപിടിക്കുക? മൈനസ് NS ഇൻറ്റു d∅dt ആണ്. കാരണം ഇതിന് രണ്ടിനും d∅dt സെയിം ആണെന്ന് ഞാൻ പറയുന്നുണ്ട് അല്ലേ. രണ്ടിൻ്റെയും ഫ്ലെക്സിൻ്റെ ചേഞ്ച് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ES ഡിവൈഡഡ് ബൈ EP ഈസ് ഈക്വൽ ടു എന്ത് വരും? NS ഡിവൈഡഡ് ബൈ NP ആണ്. റെഡി ആണല്ലോ? ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ആവശ്യം വരും. വാട്ട് ഈസ് ES? ES ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ് ആണ്. EP എന്താണ്? EP ഈസ് ദ പ്രൈമറി വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് NS? NS ഈസ് ദ സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. വാട്ട് ഈസ് NP? പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസാണ് അല്ലേ. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത ഉണ്ട്. അതിന്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 100% ആവും എന്ന് പറയാം അല്ലെ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള എനർജി ലോസും ഉണ്ടാവുന്നില്ല അല്ലെ. സോ ആ ഒരു കേസിലുള്ള ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് നോക്കാണ്ട് നോക്കിക്കോളൂ. ഓക്കെ, ദെൻ എന്താ എടുക്കുന്നത്? നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി ഓഫ് എ ട്രാൻസിസ്റ്റർ നമ്മുടെ എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ എന്താണ്? ഇൻപുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ് അല്ലേ. സോ ഔട്ട്പുട്ട് പവറിന് ഇക്വേഷൻ എന്താണ്? നമ്മളെ ആ പവറിന് ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു VI ആണ് അല്ലേ. സോ V നിൽക്കാറ് നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? E ആണ് എടുക്കുന്നത്. സോ E ഇൻറ്റു I വരും. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലുള്ള അല്ലെ സെക്കൻഡറിയിലെ പവറിന്റെ ഇക്വേഷൻ എന്താ വരിക? ES ഇൻറ്റു IS ആണല്ലോ. ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലെ പവർ എന്താ വരിക? EP ബൈ IP ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1. എന്തുകൊണ്ടാണ് 1 എന്ന് എഴുതാൻ കാരണം? ഞാൻ പറഞ്ഞു ഫോർ ആൻ ഐഡിയൽ ട്രാൻസിസ്റ്റർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ. ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് അല്ലേ. ഐഡിയൽ ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാ? EP ഇൻറ്റു IP ഇസ് ഈക്വൽ ടു ES ഇൻറ്റു IS ആയിരിക്കും. സോ ഇതിൻ്റെ അകത്ത് ഒരു റിലേഷൻ കൂടി ഉണ്ടാക്കാം. എന്താണ്? ES ബൈ EP ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ടേം ഇപ്പത്തേക്ക് വരും. ദാറ്റ് ഈസ് IP ബൈ IS ആയിരിക്കും. IP ബൈ IS ആയിരിക്കും അല്ലേ. സോ ഇത് രണ്ടാമത്തെ നമ്മൾ പഠിച്ച റിലേഷനാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ 2 റിലേഷൻ പഠിച്ചു. അതിനാണെങ്കിൽ ആ എല്ലാ റിലേഷനും കണക്ട് ചെയ്ത് എന്താ വരിക? ദാറ്റ് ഈസ് NS ബൈ NP ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ES ബൈ EP ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? IP ബൈ IS ആയിരിക്കണം. റെഡി ആണല്ലോ? സോ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുമ്പോൾ പ്രൈമറിയിലെ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ. ഈ റിലേഷൻ നോക്കിയാൽ മതി. പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുകയെന്ന് പറഞ്ഞെങ്കിൽ പ്രൈമറിയിലെ കറണ്ട് എന്താണ്? കുറവായിരിക്കും. നേരെ മറിച്ച് പ്രൈമറിയിലെ വോൾട്ടേജ് കുറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി എന്ത് കൂടണം? IP കൂടണം. റെഡി ആണല്ലോ? സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. റെഡി ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഏതൊക്കെയാണ് 2 ട്രാൻസ്ഫോമേഴ്സ്? ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ആ പേര് തന്നെ ഉണ്ട്. എന്തിനാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക? വോൾട്ടേജിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും വോൾട്ടേജിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ് അല്ലേ. ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഏതാണ് 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്? ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും രണ്ടാമത്തത് എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ അല്ലേ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഞാൻ അതിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കാൻ നോക്കിക്കോളൂ. ഓക്കെ,
ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താണ്? ഇൻപുട്ടിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, ഇൻപുട്ടിൽ വോൾട്ടേജ് കുറവായിരിക്കും, ഔട്ട്പുട്ടിൽ എന്താണ് വോൾട്ടേജ് കൂടുതലായിരിക്കും അല്ലെ. വോൾട്ടേജിനെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. സോ ഔട്ട്പുട്ടിൽ എന്തായിരിക്കണം? മാക്സിമം വോൾട്ടേജ് ആയിരിക്കണം. സോ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം അല്ലേ. സോ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? കൂടുതലാണ് വെൻ കമ്പയർ ടു പ്രൈമറി അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും? വോൾട്ടേജ് എന്താണ്? പി ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? NP ആണ്. ഇവിടുത്തെ കറണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് IP ആണ്. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലോ? ഇത് നമ്മളുടെ ES ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇത്ര NS ആണ്. ദെൻ കറണ്ട് എന്താണ്? IS ആണ്. സോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാ ഉപയോഗിക്കുക? കറണ്ടിന്റെ അളവ് വോൾട്ടേജിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഔട്ടിൽ നമ്മളെ വോൾട്ടേജിന്റെ അളവ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും കുറവായിരിക്കുമോ? നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. സോ എന്ത് വരും? നമ്പർ ഓഫ് ടേൺസ് ഇത് വരും. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും വെൻ കമ്പയർ ടു സെക്കൻഡറി. സോ ഇതാണ് നമ്മളുടെ ES ആണ്, NS ആണ്, IS ആണ്. സോ ഇവിടെ എന്തുണ്ട്? EP, NP ആൻഡ് IP. സോ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കോളൂ. സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ സെക്കൻഡറി വോൾട്ടേജ് ആയിട്ട്? പ്രൈമറി വോൾട്ടേജ് ഈസ് ലെസ് ദാൻ എന്താണ്? സെക്കൻഡറി വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറിയോ? അതും ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ് ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇൻ ദ പ്രൈമറി സർക്യൂട്ട് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ? ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? IS ആയിരിക്കണം. റെഡി ആണല്ലോ. ഈ റിലേഷൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ദെൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നമുക്കറിയാം എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? കുറവാണല്ലോ. വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ EP ഈസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? ES ആയിരിക്കണം. റെഡി ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി നിങ്ങൾക്കറിയാം ഇതിലാ കൂടുതൽ? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് കൂടുതൽ അല്ലേ വെൻ കമ്പയർ ടു സെക്കൻഡറി. അതുപോലെ തന്നെ കറണ്ട് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് പ്രൈമറി കോയിലിലെ കറണ്ട് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എന്താണ്? സെക്കൻഡറിയിലാണ്. കാരണം എന്താ? പ്രൈമറിയിലെ വോൾട്ടേജ് കൂടുതലാണ്. സോ അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ റിലേഷനും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. റെഡി ആണല്ലോ. ഓക്കെ, ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ പവർ ലോസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ ലോസ് എന്താണെന്നുള്ളത്. സോ ജസ്റ്റ് ആ ടോപ്പിക്കിന്റെ നെയിം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. സോ 4 ടൈപ്പ് ഓഫ് പവർ ലോസ് ആണ് ട്രാൻസ്ഫോമറിനുള്ളത്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് 4 ടൈപ്പ് പവർ ലോസ്? ഒന്ന് കോപ്പർ ലോസ് ഓർ ജൂൾ ഹീറ്റ് എന്നാണ് പറയാം അല്ലേ. അതായത് എന്താണ്? AC കറണ്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന് അവിടെ ജൂൾ ഹീറ്റിംഗ് ഉണ്ടാവും. സോ അത് ഒരു ടൈപ്പ് ഓഫ് എന്താണ്? എനർജി ലോസ് ആണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് എനർജി ലോസ് എന്താണ്? എഡ്ഡി കറണ്ട് ലോസ് ആണ്. എന്താണ്? എഡ്ഡി കറണ്ട് ലോസ് ആണ്. സോ തേർഡ് ടൈപ്പ് എന്താണ്? ഹിസ്റ്ററിസിസ് ലോസ് ആണ്. ആൻഡ് ഫോർത്ത് ടൈപ്പ് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് ലോസ് ആണ്. സോ ആ 4 ലോസ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. സോ പവർ ലോസസ് ഇൻ ട്രാൻസ്ഫോമർ ചിലപ്പം 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിന്റെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റഡ് ആവുകയാണ്. സോ ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ഈ ട്രാൻസ്ഫോമേഴ്സ്. മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യണം ട്രാൻസ്ഫോമേഴ്സിന്റെ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് റിലേറ്റഡ് ടു ട്രാൻസ്ഫോമർ ആണ്. നോക്കാം എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? അത് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. എന്താ പ്രോബ്ലം പറയുന്നത്? എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട് ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ. സോ ഈ സ്റ്റെപ്പ് ഡൗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കി വെക്കുക കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. എന്തിനാ സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിക്കുക? വോൾട്ടേജിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ വിത്ത് എ പ്രൈമറി കോയിൽ ഹാവിംഗ് 4000 ടേൺസ് അല്ലെ. പ്രൈമറി കോയിൽ എന്തുണ്ട്? 4000 ടേൺസ് ഉണ്ട്. Then what should be the number of turns in the secondary in order to get the output power at 230 volt? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്ന വോൾട്ടേജ് നമുക്ക് എന്താ അവിടെ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് NS ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ആണ്. എന്തൊക്കെ അവിടെ തന്നിട്ടുണ്ട്? ഈ 2300 എന്ന് പറയുന്നത് എന്താണ്? 2300 എന്ന് പറയുന്നത് അതിന്റെ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദെൻ എന്താ വരിക എനിക്ക്? ദാറ്റ് ഈസ് EP ആണ്.
ഇ പി എത്രയാണെന്ന്? ഇ പി ഇസ് ഈക്വൽ ടു 2300 വോൾട്ട് ആണ്. റെഡി ആണല്ലോ. ദെൻ വേറെ എന്താ വന്നത്? ഇവിടെ ഒരു 4000 തന്നിട്ടുണ്ട് അല്ലേ. ഈ 4000 എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ദാറ്റ് ഈസ് പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ്, ദാറ്റ് ഈസ് NP ഈക്വൽ ടു എന്താണ്? 4000 ആണ്. NP is equal to 4000 ആണ്. ദെൻ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇവിടുത്തെ ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജും തന്നിട്ടുണ്ട് അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജും തന്നിട്ടുണ്ട്. ഇവിടെ പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇതിന്റെ യൂണിറ്റ് നോക്കുക. യൂണിറ്റ് എന്താണ്? വി ആണ് അല്ലേ. വി എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ്. പവറിന്റെ യൂണിറ്റ് W ആണ് കേട്ടോ. വാട്ട് വരണം. അപ്പൊ ഇതെന്താണ്? ഔട്ട്പുട്ട് പവർ ആണ് അവിടെ തന്നത്. സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട് പവർ, ദാറ്റ് ഈസ് ES ഈക്വൽ ടു എന്ത് പറയാ? 230 വോൾട്ട് ആണ്. റെഡി ആണല്ലോ. എന്താ കണ്ടുപിടിക്കേണ്ടത്? NS ആണ് കണ്ടുപിടിക്കേണ്ടത്. റിലേഷൻ എഴുതിക്കോളൂ. എന്താ റിലേഷൻ പഠിച്ചത്? ദാറ്റ് ഈസ് NS ബൈ NP ഈസ് ഈക്വൽ ടു എന്താണ്? ES ബൈ EP ആണ്. ആണല്ലോ. നോക്കിക്കോളൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? NS ആണ് അല്ലേ. ദെൻ NS ഈക്വൽ ടു എന്ത് വരും? ഈ NP പ്രതി പോകും. ദാറ്റ് ഈസ് ES ബൈ EP ഇൻറ്റു NS. റെഡി ആണല്ലോ. ദെൻ ഇക്വേഷൻ എന്താ വരിക? ES അറിയാം. ES എന്ന് പറഞ്ഞാൽ എത്രയാ? 230 ഡിവൈഡഡ് ബൈ EP. EP എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 2300 ഇൻറ്റു എന്താണ്? NS എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോറി, NP ആണ്. ഇത് NP ആണ്. ഇത് NP ആണ്. NP എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 4000. എന്തൊക്കെ കട്ട് ചെയ്ത് പോവും? ഇതും കട്ട് ചെയ്ത് പോവും അല്ലേ. 230 എത്ര ടൈം? 10 ടൈംസ്. സോ ബാക്കി എന്തുണ്ടാവും? 10 into 40 400. 400 ആണ് എന്ത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. ദാറ്റ് ഈസ് NS എന്ന് പറയുന്നത് 400 ആണ് അല്ലേ. സോ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 4000, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? 400 ആണ്. സോ ഇതിനകത്ത് തന്നെ മനസ്സിലാവും ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അല്ലേ. കാരണം എന്താ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാരണം എന്താ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും വെൻ കമ്പയർ ടു സെക്കൻഡറി. റെഡി ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തു. ഇതുപോലെയാണ് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുക. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗിവൺ വാല്യൂസ് ഒക്കെ ആദ്യം എടുത്ത് എഴുതുക. എന്നിട്ട് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സോൾവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ സെൽഫ് ഇൻഡക്ടൻസ് ബേസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. വളരെ ചെറിയ പ്രോബ്ലം ആണ്. നോക്കിക്കോളൂ. എന്താ പ്രോബ്ലം പറയുന്നത്? കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോൾസ് ഫ്രം 5 ആംപിയർ ടു 0 ആംപിയർ അല്ലെ. കറണ്ട് എന്താ ചെയ്യുന്നത്? 5 ആംപിയർ 0 ആംപിയർ ആയിട്ട് കുറഞ്ഞു. ഒരു ചേഞ്ച് ആണ് അല്ലെ. കറണ്ടിന് എന്ത് സംഭവിച്ചു? ഒരു ചേഞ്ച് പറ്റി അല്ലെ. ഇഫ് ആൻ ആവറേജ് EMF ഓഫ് 200 വോൾട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് അല്ലെ, കാൽക്കുലേറ്റ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദി കോയിൽ അല്ലെ. കറണ്ടിന് ഡിഫറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരും. ഓട്ടോമാറ്റിക്കലി EMF അവിടെ ഇൻഡ്യൂസ് ആവും. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ആ സമയത്തുള്ള സെൽഫ് ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ സെൽഫ് ഇൻഡക്ടൻസിൽ. എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt ആണ്. ആണല്ലോ. സോ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? L ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഇവിടെ നമ്മൾ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അല്ലേ. സോ L ഈക്വൽ ടു എന്ത് പറയാം? E ഡിവൈഡഡ് ബൈ di/dt ആയിരിക്കും. ആണല്ലോ. വാട്ട് ഈസ് E? E എന്ന് പറഞ്ഞാൽ എന്താ? E എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ആണ്. എത്രയാണ്? 200 ആണ്. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് DI? ചേഞ്ച് ഇൻ കറണ്ട് എത്രയാണ്? ഫൈനൽ കറണ്ട് ഇനീഷ്യൽ കറണ്ടും അല്ലേ. അപ്പൊ കറണ്ട് എത്ര ചേഞ്ച് ആയി? ഒരു 5 ആംപിയർ ചേഞ്ച് ആയി അല്ലേ. നമ്മൾ ഫൈനൽ കറണ്ട് മൈനസ് ഇനീഷ്യൽ കറണ്ട് ചെയ്താൽ ഒരു മൈനസ് വരും അല്ലേ. ആ മൈനസ് ഈ മൈനസ് കൂടെ എന്തായി പോവും? പ്ലസ് ആയി പോവും. നമ്മളിവിടെ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല. 5 ഡിവൈഡഡ് ബൈ DT എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 സെക്കൻഡ് ആണ് അല്ലേ. 0.1 സെക്കൻഡ് ആണ്. സോ ഇത് ചെയ്താൽ എന്ത് വരും? ദാറ്റ് ഈസ് 20/5 വരും. 20/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ദാറ്റ് ഈസ് L ഈക്വൽ എത്ര കിട്ടി? 4 ഹെൻറി. റെഡി ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ DI കിട്ടുമ്പോൾ ഒരു മൈനസ് കിട്ടും അല്ലേ. ആ മൈനസും ഈ മൈനസ് എന്തായി പോവും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ കാണിക്കാഞ്ഞത്. റെഡി ആണല്ലോ. ഓക്കെ.
അപ്പോൾ L is equal to എത്ര കിട്ടി? 4 ഹെൻറി. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, നോക്കിക്കോളൂ. A jet plane is traveling towards west at a speed of 1800 km per hour. What is the voltage difference developed? അതായത് വോൾട്ടേജ് ഡിഫറൻസ് ആണ് ചോദിച്ചത് അല്ലേ, ദാറ്റ് ഈസ് E ആണ്. ഓക്കെ, E or V developed between the ends of the wings having a span 25 meter if the vertical component of the earth magnetic field at the location is 2.9 into 10 raised to minus 4 ആണ് അല്ലേ. എന്തൊക്കെ തന്നിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ എന്താ ഇത് പറയുന്നത്? ഒരു ജെറ്റ് പ്ലെയിൻ എന്തുണ്ട്, വെസ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അറ്റ് എ സ്പീഡ് ഓഫ് 180 km/h അല്ലേ. സോ സ്പീഡ് നമുക്ക് വെലോസിറ്റി അറിയാം, എത്രയാ? 180 km/h ആണല്ലോ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് മീറ്ററിലാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ km/h മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റണം. എങ്ങനെയാ km/h മീറ്റർ/സെക്കൻഡ് ആക്കുക? ഇൻറ്റു 5/18 ചെയ്താൽ മതി ആണല്ലോ. 18 കട്ട് ചെയ്ത് പോയി, ബാക്കി എന്തുണ്ട്? ഒരു 1 ഉണ്ട്, ദാറ്റ് ഈസ് 500 മീറ്റർ/സെക്കൻഡ് ആണല്ലോ. സോ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ജെറ്റ് പ്ലെയിൻ പോകുന്നത് അല്ലേ. സോ ജെറ്റ് പ്ലെയിൻ്റെ ആ ഒരു ലീഫ് എന്താണ്, ഒരു കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൂടെ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? EMF ഉണ്ടാവുമല്ലോ. ആ EMFന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ആണേ. സോ അത് EMF നമ്മളൊരു പേരിട്ട് വിളിച്ചിരുന്നു, എന്താണ്? മോഷണൽ EMF എന്നാണ് വിളിച്ചത് ആണല്ലോ. സോ നോക്കിക്കോളൂ. ദെൻ അങ്ങനെയാണെങ്കിൽ വേറെ എന്താ അവിടെ തന്നത്? മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് എന്താണ്, വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. എത്രയാ? 2.9 into 10⁻⁻⁴ ടെസ്ല അല്ലേ. ദെൻ വേറെ എന്താ തന്നത്? ഇതിന്റെ വിങ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ? ദാറ്റ് ഈസ് L equal to 25 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ EMF കണ്ടുപിടിക്കുക. മോഷണൽ EMFന്റെ ഇക്വേഷൻ എന്താ? E is equal to നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? BLV ആണ്. എല്ലാം ഇവിടെ തന്നിട്ടില്ലേ? B എത്രയാ? 2.9 into 10⁻⁻⁴ ഇൻറ്റു L തന്നിട്ടുണ്ടോ? L തന്നിട്ടുണ്ട്. എത്രയാ? 25 ഇൻറ്റു B തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാ? 500. ഇതെല്ലാം കൂടി ചെയ്താൽ എത്രയാ വരിക? 25 into 5 ചെയ്ത് കഴിഞ്ഞാൽ 125. ദെൻ 2 0 എക്സ്ട്രാ ഉണ്ട്. ഇൻറ്റു എന്തുണ്ട്? ഒരു 2.9 into 10⁻⁻⁴. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ, ഓക്കെ, ഇത് ചെയ്ത് കിട്ടാൻ നമുക്ക് ആൻസർ 3.625 വോൾട്ട് ആണ്. സോ ഈക്വൽ ടു എത്ര കിട്ടി? 3.625 വോൾട്ട്. സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തല്ലേ. അപ്പോൾ ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യുക, ഇക്വേഷൻ ഇടുക, സോൾവ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എന്താണ്? 2 coils of self inductance 2 millihenry and 8 millihenry അല്ലെ. രണ്ട് കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? L1 equal to that is 2 millihenry ആണ് അല്ലേ. സോ അതിനെ ഹെൻറിയിലേക്ക് എങ്ങനെ മാറ്റുക? 2 into 10⁻³ ചെയ്താൽ മതി. ദാറ്റ് ഈസ് L2 equal to എത്രയാണത്? 8 millihenry ആണ് തന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 into 10⁻³ are placed close together that effective flux in one coil is completely linked with another coil അല്ലേ. അതായത് രണ്ട് കോയിൽ എന്താണ്, ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒന്നിലുണ്ടാവുന്ന കംപ്ലീറ്റ് ചേഞ്ച് എന്തിനുണ്ടാവും? മറ്റേലുണ്ടാവുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേത് കംപ്ലീറ്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കാന്നാ പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൽഫ് ഇൻഡക്ടൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നോക്കിക്കോളൂ. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈക്വൽ ടു K into root of L1 L2 ആണ് അല്ലേ. വാട്ട് ഈസ് K എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്നാണ് പറയാറ് അല്ലേ. സോ ഇതിന്റെ വാല്യൂ ഇവിടെ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ പറയുന്നുണ്ട് എന്താണ്? എഫക്റ്റീവ് ഫ്ലക്സ് ഇൻ വൺ കോയിൽ ഈസ് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് വിത്ത് അതർ എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് പറയാം? K ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് അല്ലെങ്കിൽ Kന്റെ വാല്യൂ അവർ തരും. ഇവിടെ Kന്റെ വാല്യൂ തരാത്ത എന്തുകൊണ്ടാണ്? കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ M ഈക്വൽ ടു എന്താണ് വരിക? 1 into root of L1 L2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 into 2 ആണല്ലേ. ദാറ്റ് ഈസ് 16 into ഒരു 10⁻³ ഉണ്ട്. 10⁻³ എന്ത് വരും? 10⁻⁻6. സോ ഇത് ചെയ്താൽ എന്ത് വന്നു? 4 into
10⁻³ ഹെൻറി, അല്ലെങ്കിലോ 4 മില്ലി ഹെൻറി എന്ന് പറയാം. എന്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. റെഡി ആണല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലും ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സർട്ടൻ ഇൻഡക്ടർ ഈസ് 25 മില്ലി ജൂൾ ആണ് അല്ലേ? When the current in the inductor is 60 milliampere, find the inductance of the inductor. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. എത്രയാ? 25 മില്ലി ജൂൾ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം? 25 × 10⁻³ ജൂൾ. വേറെന്താ അവിടെ തന്നെ? ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് തന്നിട്ടുണ്ട്. എത്രയാ? I = എന്താന്നുണ്ട്? 60 മില്ലി ആംപിയർ ആണ്, അല്ലെങ്കിൽ എന്ത് പറയാ? 60 × 10⁻³ അല്ലേ? എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദി ഇൻഡക്ടർ ചോദിച്ചത്. ഫൈൻഡ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദി ഇൻഡക്ടർ. സോ അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ്? ½ × Li² ആണ് അല്ലേ? ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? L ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ L = അപ്പോൾ എന്ത് വരും? 2U / I² ആണ്. റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ 2 × U എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 25 × 10⁻³ ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 60 × 60 ഇൻറ്റു എന്ത് വരും? 10⁻³ സ്ക്വയർ ചെയ്യണം. എന്ത് വരും? 10⁻⁻6 വന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ എന്താ വരിക? അപ്പോൾ 2 × 25 50 ആണ് അല്ലേ? ഇൻറ്റു 10⁻6 മേലോട്ട് വരുമ്പോൾ എന്താ ആവുക? 10⁻+6 ആവും. സോ 10⁻+6 × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ 10⁻+3 ആണല്ലോ. ഡിവൈഡഡ് ബൈ ബാക്കി എന്തുണ്ട്? ഒരു 3600 ഉണ്ട്. റെഡി ആണല്ലോ? സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 13.89 ആയിരിക്കും. 13.89 ആയിരിക്കും നമ്മളുടെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് H എന്ന് പറയുന്നത് ആണല്ലോ. സോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ്? എ ലോങ് സോളിനോയിഡ് ഹാസ് 1000 ടേൺസ് അല്ലേ? എത്രയാണ്? 1000 ടേൺസ് ഉണ്ട്. ദെൻ എന്താ പറഞ്ഞത്? when a current of 4 ampere flows through it. എന്താണ്? ആ ഒരു സോളിനോയിഡിലൂടെ ഒരു 4 ആംപിയർ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ദെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഓഫ് ദി സോളിനോയിഡ് ഈസ് 4 × 10⁻³ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സോളിനോയിഡിന്റെ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? N തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് N തന്നിട്ടുണ്ട്. N എത്രയാ തന്നത്? 1000 ടേൺസ് തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നത്? കറണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് I = 4 ആംപിയർ ആണ്. വേറെ എന്താ തന്നത്? ദാറ്റ് ഈസ് 5 തന്നിട്ടുണ്ട്. എത്രയാ? 4 × 10⁻³ ആണ്. റെഡി ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എല്ലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? എല്ലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ കേസിൽ ഇക്വേഷൻ എഴുതിയൊരു റിലേഷൻ ഉണ്ട്. ഇക്വേഷന്റെ കേസിൽ എഴുതിയൊരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? I ഈസ് പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് 5 ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? I ആയിരുന്നു. 5 ഈസ് പ്രപ്പോർഷണൽ ടു I ആയിരുന്നു അല്ലേ? സോ ഇവിടെ പ്രപ്പോർഷണാലിറ്റി സൈന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? L എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ n നമ്പർ ഓഫ് ടേൺസ് എന്ന് വിചാരിക്കാം. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് N5 ആയിരിക്കും. ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? L ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ L = എന്ത് പറയാ? N5/I ആയിരിക്കും ആണല്ലോ. സോ അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് വരും? L = N എന്ന് പറഞ്ഞാൽ എത്രയാ? വാട്ട് ഈസ് N? ദാറ്റ് ഈസ് 1000 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 × 10⁻³ ഡിവൈഡഡ് ബൈ ബാക്കി എന്തുണ്ട്? വാട്ട് ഈസ് I? I ഈസ് 4 അല്ലേ? സോ ഇത് ചെയ്താൽ എന്ത് വരും? 4ഉം 4ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുണ്ട്? L = 1. ദാറ്റ് ഈസ് 1000 × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ 1 വരും അല്ലേ? 1 ഹെൻറി ആണ് ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? നന്നായിട്ട് പഠിക്കുക. നമ്മൾ ട്രാൻസ്ഫോമേഴ്സ്, അതിൻ്റെ എന്താണ്
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സെൻ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾ ഒന്ന് പോയി ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വീട്ടിൽ പോയി ട്രൈ ചെയ്യുക. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ച് കാണാറുള്ള പ്രോബ്ലമാണ്. എൻട്രൻസിലായാലും ശരി ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.